തൃശ്ശൂർ വാർത്തകളിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്കിനെ കുറിച്ചിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് എടുത്തത്. ആ നാട്ടിലെ ആൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തപ്പിയെന്ന് നോക്കിയപ്പോൾ ആളുടെ വീടുണ്ടായിരുന്നു, ആ വീട് വിറ്റുപോയി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആളെ കാണാനില്ല. ആ ഇതിന് പേരിലാണ് ഞങ്ങൾ പോസ്റ്റ് എടുത്തത്. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ പേരിൽ കംപ്ലയിൻറ്റ് വന്നു. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കംപ്ലയിൻറ്റ് വന്നു. പിന്നീട് നമുക്ക് വന്നത് ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. ഇവൾ കുറി ചേർന്ന് പലിശ കൊടുക്കുന്ന പരിപാടിയാണ് ഇവൾക്കുള്ളത്. ഈ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിച്ച് പതുക്കി കുറിയാണെന്ന് പറഞ്ഞ് വാങ്ങിക്കും, എന്നിട്ട് അത് പലിശയ്ക്ക് കൊടുക്കും. അങ്ങനെ പലരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുമായിട്ട് കണ്ടുമുട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് തരാനുള്ള പൈസയാണ് അവരുടെ നിന്ന് വാങ്ങിച്ചേക്കണത്. അങ്ങനെ ഓരോരുത്തരുടെ പേരിൽ നിന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ നിന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് കിട്ടിയത്. ഈ പൈസ ഉള്ള അടുത്ത് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ പറഞ്ഞതില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വീട് വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് വിറ്റിട്ടാണ് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല. വീട് വിറ്റും ചെയ്തു, ആ പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവളെ വിശ്വസിച്ചിട്ട് നടന്നായിരുന്നു. ഇത്രയും നാൾ വിശ്വസിച്ച് നടന്നത്. പോലീസിൽ ചെല്ലുമ്പോൾ പോലീസ് എല്ലാം കോംപ്രമൈസ് ആക്കി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറുതെ അന്വേഷിച്ചപ്പോൾ ഏകദേശം 60ഓളം പേരാണ് ഇവൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നത്. 60ഓളം പേരെയും പോലീസുകാർ സെറ്റിൽമെൻ്റ് ആക്കി വിടുകയാണ് ചെയ്തത്. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാണ്ട് കംപ്ലയിൻറ്റ് സെറ്റിൽമെൻ്റ് ആക്കി വിടുകയാണ് ചെയ്തത്. ഇവളൊരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യകത ഘടകം എന്ന രീതിയിൽ നമ്മളെ കൂടി പറ്റും. 2-3 വർഷം മുന്നേ ഉണ്ടായ കഥയാണ് എനിക്കുണ്ടായത്. ഇതുപോലെ തന്നെ ഓരോരുത്തർ അപ്പം നമ്മളെ സഹായിക്കുന്ന രീതിയിലേക്ക് നിൽക്കും. എന്നിട്ട് നമ്മളെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം അവൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. പിന്നീട് ആ പൈസ ചോദിക്കുമ്പോൾ തിരിച്ച് കിട്ടാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും നിന്ന് ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ നിന്നൊക്കെ അവരുടെ പേരിൽ ലോൺ എടുത്തിട്ട് ആ പൈസ പിങ്കി അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തേക്കണത്. എന്നിട്ട് ആ പിങ്കി അടയ്ക്കണമില്ല. എന്നിട്ട് ബാങ്കിൽ നിന്ന് വെളി വരണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ, അങ്ങനെയാണ്, പലിശയ്ക്ക് തന്നതല്ല, ഞാൻ നിങ്ങൾക്ക് പലിശയാണ് തന്നത്, മുതലാണ് തന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചുള്ള വായനാവിൽ എല്ലാവരും വീഴും. ഇവർക്കൊന്നും പറയാനും പറ്റില്ലേ പാവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇന്നലെ ഒരു പാവപ്പെട്ട വീട്ടുകാർ, ഇവളുടെ ബന്ധു തന്നെയാണ്, ആ ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് 13 പവൻ സ്വർണവും 3-4 ലക്ഷം രൂപയാണ് ഇവള് കൊണ്ടുപോയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. പലരുടെയും നിന്നും പൈസ വാങ്ങിച്ചു കൊണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ ഗുണം തന്നെ. രണ്ട് ഇവള് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മഹത് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഇത് പൈസ വാങ്ങിയിട്ട് ഞങ്ങളാണ് അവളോട് ചട്ടത്തരം ചെയ്യണേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കെതിരെയാണ് അവൾ കംപ്ലയിൻറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം കംപ്ലയിൻറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയില്ല നിയമവ്യവസ്ഥകൾ. ഞാൻ ഓരോരുത്തരുടെ വോയിസ് കേൾപ്പിച്ചു തരാം. അവള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. എന്തോ ആധാരം എടുപ്പിച്ചിട്ട് തരാനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങളെ മേടിച്ചതാ. ഓൾറെഡി ഞങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമായിരുന്നു. ഞങ്ങളത് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ വണ്ടി എടുക്കാനും പിന്നെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങളത് ഓൾറെഡി മുമ്പേ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണമായിരുന്നു. എന്നിട്ട് അവൾക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണയം വെച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഈ സമയത്ത് സ്വർണ്ണത്തിന് വില കൂടിയല്ലോ, ആ സമയത്ത് ഞങ്ങൾ കൊടുത്തതാ. എനിക്ക് പണയം വെച്ചിട്ട് നീ കൂടുതലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോ, എന്നിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയപ്പോഴേ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് പണയം കിട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ റെസീറ്റ് ചോദിച്ചപ്പോൾ അവർ കുറേ ഉരുണ്ട് കളിച്ചു. എന്നിട്ട് ഉരുണ്ട് കളിച്ചിട്ട് പിടിച്ചപിടിയുള്ള റെസീറ്റ് ചോദിച്ചപ്പോൾ പറയാം പണയം വെച്ച് കൊടുത്ത ആള് റെസീറ്റ് തന്നില്ല, റെസീറ്റ് തരാണ്ടാണ് ആള് പണയം വെച്ചതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ റെസീറ്റ് അയാളോട് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുത്തു തരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ വിളിക്കണ പോലെ അഭിനയിച്ചിട്ട് എടുത്ത വഴിക്ക് പറയാം. എന്നിട്ട് അയാള് സ്വർണ്ണം എടുത്ത് വിൽക്കുന്നു. ഒരു നോട്ടീസ് പോലെ അയച്ചില്ല, അത് സ്വർണ്ണം അയാൾ എടുത്ത് വിൽക്കുന്നു. നമുക്ക് ബുദ്ധിയുള്ള കാരണം നമ്മൾ ചോദിച്ചു ഇങ്ങനെ നോട്ടീസ് അയക്കാണ്ടെങ്കിൽ ഇങ്ങനെ സ്വർണ്ണം വിൽക്കാൻ പറ്റണത്, ഒന്നില്ലെങ്കിൽ അവർ വിളിച്ചില്ല അറിയിക്കില്ലേ ഒക്കെ ചോദിച്ചത്. അപ്പോൾ ഇല്ല, അയാളൊന്നും വിളിച്ചില്ല, അയാൾ നേരെ കൊണ്ട് സ്വർണ്ണം വിറ്റു എന്നാണ് ഇപ്പൊ പറയുന്നത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ജ്വല്ലറിയിൽ വിറ്റ സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ പറയാ പിങ്കി പണയം വെക്കാനല്ല, പിങ്കി അത് സ്വർണ്ണം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഇപ്പൊ പിങ്കി ആ സ്വർണ്ണം മുഴുവൻ അന്ന് തന്നെ വന്ന് വിറ്റു. പിന്നെ ഞങ്ങളുടെ മാത്രമല്ല വേറെ കുറെ പേര് സ്വർണ്ണം ഇതുപോലെ പണയം വെക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. 2 ദിവസം 1 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. സാധനം കിട്ടാണ്ട് വിളിക്കുമ്പോൾ അത് അവിടെ ഉണ്ട്, ഞാൻ എടുപ്പിച്ച് തരാം, ഇന്ന പൈസ കിട്ടിയിട്ട് എടുപ്പിച്ച് തരാം, ലോൺ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ പറഞ്ഞു. പിന്നെ ഇപ്പൊ അവര് പോയി അന്വേഷിക്കുമ്പോൾ അവരുടെ സ്വർണ്ണം പണയം വെക്കാനല്ല കൊണ്ടുപോയത്. ആളാ സ്വർണ്ണത്തിന് വില കൂടിയ ടൈമിൽ അതൊക്കെ കൊണ്ടുപോയി വിറ്റ് കാര്യം നടത്തി. വെല്ലോൻ്റെ പൈസയും വെല്ലോൻ്റെ സ്വർണ്ണം എടുത്തിട്ടാണ് ചെയ്യണമെന്ന് ആലോചിക്കണോണ്ടാ. ഇനിയുണ്ട് വോയിസുകൾ. കാരണം ഇതൊക്കെ നാട്ടുകാരുടെ പൈസ എന്ന് വെച്ചാൽ ഇവളുടെ വീട് വിറ്റിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം എടുത്തു തരാറുണ്ട്. ഓരോരുത്തരുടെ ഓരോ കഥകളെ പറയണമെന്ന് മാത്രം. എന്നെ പണയം വെച്ചിട്ടാണ്, എന്നെ പറഞ്ഞിട്ടാണ് അവരെടുത്ത്
ക്യാഷ് വാങ്ങിച്ചാണ്. അങ്ങനെ ഓരോരുത്തരുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ്. ഈ ക്യാഷൊക്കെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ല. എവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിന് ഉത്തരമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവളുടെ വീട് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ കുറിക്കമ്പനി ജപ്തി ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താ ഉണ്ടായേക്കണേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പൈസ ചോദിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കിൽ നിന്ന് പൈസ മുദ്ര ലോണോ എന്തോ എടുത്തിട്ട് അവളൊരു ഷോപ്പ് തുടങ്ങി. പേരിനൊരു ഷോപ്പ് തുടങ്ങിയിട്ട് ആ പൈസയും ബാങ്കിനെയും പറ്റിച്ച് മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചുണ്ട്. ഇവള് ഭംഗിയായിട്ട് ഈ പേപ്പർ സൂട്ട് എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പൈസ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്തം കാണിക്കില്ല. അന്വേഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടികളൊന്നും ഉണ്ടാവണം കണ്ടില്ല. അത് അവൾ മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചേക്കണത്. അതിനെ കറക്റ്റായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനൊരു പോംവഴി ഉണ്ടാകില്ല. നാട്ടുകാരെ പറ്റിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല എന്നുള്ളത് വ്യക്തമായി അവൾക്ക് ബോധ്യമുള്ളത് മാത്രം അവൾ ഇത്രയും അധികം പൈസ, ചെറിയ പൈസയൊന്നുമല്ല, ഒരാളുടെ മാത്രം രണ്ടാളെന്നല്ല. ഇപ്പം ഇവർക്ക് ഒരു 16 ലക്ഷം 20 ലക്ഷത്തിൻ്റെ അടുത്ത് കൊടുക്കാനുണ്ട്. ഇവരുടെ കസിൻ്റെ തന്നെ ഈ 12 ലക്ഷം രൂപ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 2.5 ലക്ഷം തരാനുണ്ട് പോലീസായിട്ട്. ഇവിടെ ചെന്നപ്പോൾ അവൾ 1.5 ലക്ഷം രൂപയാക്കി. പറഞ്ഞു ഒന്നുമില്ല എന്നിട്ട് 1.5 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെ പലരുടെയും 50,000 ആയിട്ടും 30,000 ആയിട്ടും 40,000 ആയിട്ടും 1 ലക്ഷം 2 ലക്ഷം രൂപയായിട്ടും ഒക്കെ അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവള് മാന്യതയുള്ളവളാണെന്ന് പറഞ്ഞിട്ടാണ് ഞെളിഞ്ഞ് നടക്കണത്. പോലീസ് സ്റ്റേഷനിൽ മാന്യതയുള്ളവളാണ്. ഇവൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അടുത്തൊരു വോയിസ് കേൾപ്പിച്ചുതരാം. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡും പിന്നെ ഞങ്ങൾക്ക് കുറി പിടിച്ച പൈസ, പിന്നെ അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡെലിവറിക്ക് വെച്ച പൈസ വരെ ഞങ്ങൾ എടുത്ത് കൊടുത്ത് വിശ്വസിച്ചിട്ട് ഡെലിവറി ആകുമ്പോഴേക്കും തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് വരെ പറ്റിച്ചു ഞങ്ങൾ. എന്നിട്ട് ആ ഡെലിവറി സമയത്തൊക്കെ കൂടി നടന്നതിന് കഴിവ് കണക്കില്ല. ഡെലിവറിക്ക് പോണതിൻ്റെ തലേ ദിവസം ഡെലിവറി ഡേറ്റിൻ്റെ തലേ ദിവസം ഞങ്ങൾ ക്യാഷ് ചോദിച്ചപ്പോൾ പറയും ഞങ്ങളടുത്ത് ക്യാഷ് ഇല്ലയാണ്. ആ അവസാന നേരത്ത് ഞങ്ങളടുത്ത് ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ വഴിയോര കച്ചവട ബജിക്കടിയാണ്. അത് നടത്തിയിട്ട് PTM ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ ഈ ഡെലിവറി ഇതിനൊക്കെ ഉദ്ദേശിച്ചിട്ട് എടുത്ത് ചെയ്യുന്നതാണ്. അതും മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അതും അടയ്ക്കുന്നത്. അത് അടയ്ക്കാണ്ട് ഇപ്പോൾ PTM ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ഞങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേസാവുമെന്നും പറഞ്ഞിട്ട് അവർക്ക് എടുത്ത് കൊടുത്തതാണ്. എന്നിട്ട് അവർ ഡെയിലി അടച്ചുകൊണ്ടെന്നും പറഞ്ഞിട്ട് കൊടുത്തത്. കുറച്ച് ദിവസം അടച്ചു. പിന്നെ അതില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ബജാജിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കുറച്ച് നാൾ അടച്ചു. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണ് നടച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ലേ. നമ്മൾ വിളിച്ച് നമുക്ക് നാണക്കേടെ വിളിക്കാനായിട്ട് എല്ലാവരും ഫോണിൽ നിന്ന് മാറി വിളിക്കുക. പെണ്ണാണെന്നുണ്ടെ ഫോൺ എടുക്കില്ല. ഭർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുക. അതുപോലെയൊക്കെ ഇവിടെ ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്തുള്ള പലരെയും ഇവള് വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. ഇവള് സൂയിസൈഡ് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വനിതാ സെല്ലിൽ ഇവള് പൈസ ചോദിച്ചപ്പോൾ വനിതാ സെല്ലിൽ ഇവൾക്കെതിരെ വനിതാ സെല്ലിൽ ഇവള് പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവളോട് പൈസ ചോദിക്കുമ്പോൾ ഇവള് പറയണത് ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നതാണ്, വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പുറത്തുനിന്ന് ചോദിച്ചതിനാണ് വീട് കയറി ആക്രമിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് മൊത്തം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവള് നല്ല പുള്ളിയാണ്, എല്ലാവരുടെ ഭാഷയിലും പറയണത് നല്ല പുള്ളിയാണ്. പാവങ്ങളായ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാനില്ല, അതുപോലെ ഞങ്ങൾക്ക് ഫണ്ട് ചോദിക്കുമ്പോൾ ഇതുപോലെ ഉടായ്പിനായും പോലീസ് ഞങ്ങൾക്കെതിരെ ഇപ്പം ഇന്നലെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പല ആൾക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുപ്പിക്കുന്നുണ്ട്. അത് ചെയ്യരുത്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് സൂയിസൈഡ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ലോകക്കള്ളീനെ ഞങ്ങൾ ഇതിലിട്ടതിന് ഞങ്ങൾക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ടേ? ഈ പോയ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ടേ? എന്ത് ചെയ്യണം? ഇതിനൊരു മാർഗമില്ല. നിയമവ്യവസ്ഥകളൊക്കെ അവൾക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് അവരുടെ പേരിൽ ലോൺ എടുത്തിട്ട് ഇവിടെ ആ പൈസ എടുക്കുകയാണ് ചെയ്യുന്നത്.